എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസ് അനാലിസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഒന്നാമത്തെ എന്ന് പറയുന്ന ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആൻ AI ഇൻഫ്യൂസ്ഡ് വേൾഡ് നീഡ്സ് മാച്ചിങ് സൈബർ സെക്യൂരിറ്റി. ഇത് നമ്മുടെ സയൻസ് ആൻഡ് ടെക് GS3 സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പം ഇതിൽ നമുക്ക് കൂടുതലും നോക്കുന്നത് AI റെവല്യൂഷൻ കറൻ്റ്ലി ഇപ്പോൾ ഒരു നടക്കുന്ന സ്റ്റേജാണ്. അപ്പോൾ ആ സ്റ്റേജിൽ നമുക്കറിയാം കുറേ ടൈപ്പ് ഓഫ് AI ടൂൾസ് വരുന്ന ഒരു കാലഘട്ടമാണ്. ജെമിനി, അതുപോലെ തന്നെ ChatGPT-4, അതുപോലെ തന്നെ ബ്രാഡ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള ഗൂഗിളിൻ്റെ തന്നെ ബ്രാഡ്, ക്ലൗഡ് AI, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് AIs വരുന്ന ഒരു ടൈമിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും നമുക്കറിയാം വീഡിയോ പോലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓൺലൈനായിട്ട്. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ വീഡിയോ വെച്ച് നമുക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ നമുക്ക് വീഡിയോസൊക്കെ വരാം. അങ്ങനെ ഫൈനാൻഷ്യൽ ഫ്രോഡ്സ് നടക്കാം, അതുപോലെ തന്നെ സ്കാംസ് നടക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ സൈബർ സെക്യൂരിറ്റിയിൽ അഡ്വാൻസ് വരുത്തണം എന്നുള്ള രീതിയിലാണ് ഈ എഡിറ്റോറിയൽ പോകുന്നത്. അപ്പം GS3 സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ UK ഗേൾസ് ഹിയറിംഗ് റീസ്റ്റോർഡ് ആഫ്റ്റർ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ജീൻ തെറാപ്പി. അപ്പോൾ ഇതും GS3 സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജീൻ തെറാപ്പിയാണ്. ജീൻ തെറാപ്പി എന്താണെന്ന് നമ്മൾ നോക്കും, ജീൻ തെറാപ്പിയുടെ ആപ്ലിക്കേഷൻ, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ ചാലഞ്ചസ്, ഇതൊക്കെ നമ്മൾ നോക്കും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ചൈനാസ് എയർക്രാഫ്റ്റ് കാരിയർ ഫുജാൻ കംപ്ലീറ്റ്സ് 8 days സീ ട്രയൽ. ഇത് നമ്മുടെ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ചൈന ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു ന്യൂസാണ്. പക്ഷേ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് കാരിയർ കപ്പാസിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കൂടുതലും. അപ്പോൾ ഇതാണ് മെയിനായിട്ടുണ്ടായിരുന്ന നമുക്കുണ്ടായിരുന്ന ടോപ്പിക്കുകൾ. നമുക്ക് ഒത്തിരി ടോപ്പിക്സ് ഇല്ല, കാരണം നമുക്ക് ഇലക്ഷനൊക്കെ എടുക്കാറായതുകൊണ്ട്, ഇലക്ഷൻ നടക്കുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് കൂടുതലും പൊളിറ്റിക്കൽ ന്യൂസുകളാണ് ഉള്ളത്. അപ്പം അതിനകത്തുനിന്ന് നമ്മുടെ UPSC സിലബസ് ബേസ് ചെയ്തിട്ട് എടുത്തേക്കുന്ന ടോപ്പിക്സാണ്. ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ ടോപ്പിക്സാണ് എടുത്തേക്കുന്നത്. ഓക്കെ. അപ്പം ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആൻ AI ഇൻഫ്യൂസ്ഡ് വേൾഡ് നീഡ്സ് മാച്ചിങ് സൈബർ സെക്യൂരിറ്റി. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ദ റാപ്പിഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ജനറേറ്റീവ് AI എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം ChatGPT ഒക്കെ അതിനൊരു എക്സാമ്പിളാണ്. നമ്മൾ പ്രോംപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. AI ഹാസ് ട്രാൻസ്ഫോംഡ് വേരിയസ് സെക്ടേഴ്സ് ബൂസ്റ്റിംഗ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. ഹവർ ഇറ്റ് ഹാസ് ഓൾസോ ഓപ്പൺഡ് ന്യൂ അവന്യൂസ് ഓഫ് സഫിസ്റ്റിക്കേറ്റഡ് സൈബർ ത്രെറ്റ്സ് കംപ്രൈസിങ് ഡേറ്റ സെക്യൂരിറ്റി, ഇൻഡിവിജ്വൽ പ്രൈവസി, അതുപോലെ തന്നെ റീസെൻറ്റ് ഇൻസിഡൻറ്റ്, അതായത് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഫിഷിംഗ് ഒക്കെ അറ്റാക്സ് എന്ന് പറയുമ്പോഴേക്കും ഒരു ജസ്റ്റ് നമ്മളൊരു വീഡിയോ അയച്ചു തരികയാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോ, എന്നിട്ട് പൈസ വേണം, ഡൊണേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അയക്കുകയാണ്. നമ്മൾ വിചാരിക്കും അവനാണ് നമുക്കിത് സെൻഡ് ചെയ്യുന്നതെന്ന്. പക്ഷേ അത് ചിലപ്പം അവൻ്റെ ഫോട്ടോ വെച്ച് മോഫ് ചെയ്തെടുത്തേക്കുന്ന ഒരു ഫേക്ക് വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മളറിയാതെ പൈസ അയക്കും. അപ്പോൾ ഇത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഫ്രണ്ട് എന്ന നിലയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ലിങ്ക് അയച്ചിട്ടോ നമ്മളതിൽ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പൈസ അയക്കുക. അതിനാണ് ഫിഷിംഗ് അറ്റാക്സ് എന്ന് പറയുന്നത്. പിന്നെ വോയിസ് മാനിപ്പുലേഷൻ, അതെല്ലാം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ആർട്ടിക്കിൾ വന്നേക്കുന്നത്. അപ്പം ഈ സഫിസ്റ്റിക്കേറ്റഡ് AI എനേബിൾഡ് സൈബർ ത്രെറ്റ്സ് എന്ന് പറയുന്നത് ഫിഷിംഗ് ഇൻസിഡൻസിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 1265% ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ക്രെഡൻഷ്യൽ തെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതെല്ലാം 967% ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു നമ്മൾ DNA കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഡേറ്റയാണ്. ഇപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് പ്രിലിംസിൽ അങ്ങനെ ചോദ്യം വരത്തില്ല. കൂടിപ്പോയാൽ ഫിഷിംഗ് എന്താണെന്ന്, അല്ലെങ്കിൽ വേം അറ്റാക്ക്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറ്റാക്കുകൾ, അല്ലെങ്കിൽ സ്പൈ സോഫ്റ്റ്വെയർസിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദ്യം വന്നേക്കാം. പക്ഷേ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് AI കാറ്റഗറീനെ കുറിച്ച് ചോദ്യം വന്നേക്കാം. പക്ഷേ ഇതുപോലുള്ള ഡേറ്റ നമുക്ക് ആവശ്യം വരുന്നത് മെയിൻസിലാണ്. അപ്പോൾ ഈ ഡേറ്റ നിങ്ങൾ നോക്കുക. ഓക്കെ. സിൻസ് ദ 4th quarter of 2022. കാരണം എന്ന് വെച്ചാൽ ജനറേറ്റീവ് AIനെ മിസ്യൂസ് ചെയ്താണ് ഇത്രയും സൈബർ ക്രൈംസ് കൂടിയത്. 75% ഓഫ് പ്രൊഫഷണൽസ് വിറ്റ്നസ് ആൻ അപ്സർജ് ഇൻ സൈബർ അറ്റാക്സ് ഇൻ ദ പാസ്റ്റ് ഇയർ അലോൺ, 85 അട്രിബ്യൂട്ടിങ് ദ ഇൻക്രീസ് റിസ്ക് ഓഫ് ജനറേറ്റീവ് AI. അപ്പോൾ ഇതിൻ്റെ ത്രെറ്റ്സ് എന്ന് പറയുന്നതാണ് വോയിസ് മാനിപ്പുലേഷൻ, അത് കിഡ്നാപ്പിംഗ് സ്കാംസ് ഉണ്ടാകാം, ഡേഞ്ചറസ് കണ്ടന്റ് ടാർഗറ്റിംഗ് ചിൽഡ്രൻ, മാസീവ് പ്രൈവസി ബ്രീച്ചസ് ഉണ്ട്, ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റംസിനെയൊക്കെ ബ്രീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജി ജനറേറ്റീവ് AI വഴി ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്കാമേഴ്സ് അത് ഉപയോഗിച്ച് സ്കാംസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിനെ തടയാനായിട്ട്?
ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുമ്പോഴേക്കും മേജർ നേഷൻസ് ഇൻക്ലൂഡിങ് ചൈന, യൂറോപ്യൻ യൂണിയൻ, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, UAE and United Kingdom and the United States have signed a ബ്ലെറ്റ്ലി ഡിക്ലറേഷൻ. ബ്ലെറ്റ്ലി ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഇതുപോലുള്ള ഡിക്ലറേഷൻ അല്ലെങ്കിൽ കൺവെൻഷനൊക്കെ നമുക്ക് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ UPSC പ്രിലിംസ് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഈ ബ്ലെറ്റ്ലി ഡിക്ലറേഷൻ എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റഡ് ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു കീവേഡ് നമുക്ക് മെയിൻസിൻ്റെ ആൻസർ റൈറ്റിങ്ങിൽ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ബ്ലെറ്റ്ലി ഡിക്ലറേഷൻ ടു അഡ്രസ് പൊട്ടൻഷ്യൽ കാറ്റസ്ട്രോഫിക് ഹാം കോസ്ഡ് ബൈ ദ ഡിട്രിമെൻ്റൽ യൂട്ടിലൈസേഷൻ ഓഫ് AI. ഇൻസ്റ്റിറ്റ്യൂഷണൽ എഫേർട്ട് എന്ന് പറയുമ്പോഴേക്കും സ്റ്റേൺ പോളിസി എഫേർട്ട് വേണം. അതായത് നമുക്കറിയാം, നമുക്ക് ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല്, ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഇല്ല, അത് നല്ല രീതിയിൽ കൊണ്ടുവരണം. ഓക്കെ, ടെക്നിക് ടു ഐഡൻറ്റിഫൈ AI ജനറേറ്റഡ് കണ്ടൻറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ AI മോഡൽസ് വരെ, അതായത് മോഡലിംഗ് ഇൻഡസ്ട്രീനെ പോലും മാറ്റുന്ന രീതിയിൽ AI മോഡൽസ് വരുന്നുണ്ട്. അപ്പം റെഡ്യൂസിങ് സൈബർ ത്രെറ്റ്സ്, വാർണിംഗ് കൺസ്യൂമേഴ്സ്, പബ്ലിക് ഫീഡ്ബാക്ക് ഈസ് ക്രൂഷ്യൽ ഫോർ ഡ്രാഫ്റ്റിംഗ് എഫക്റ്റീവ് റെഗുലേഷൻ. അപ്പോൾ ഗവൺമെൻറ് പോളിസി മേക്കിങ്ങിൽ പബ്ലിക്കിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരണം. ഇതുപോലുള്ള സ്കാമുകൾ ബേസ് ചെയ്തിട്ട് വേണം എന്താണ് ആ പോളിസി ഫോം ചെയ്യാനായിട്ട്, അതിനെ ഇല്ലാതാക്കാനായിട്ട്. പിന്നെ കോർപ്പറേറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോഴേക്കും ഗ്രേറ്റർ എംഫസിസ് ഓൺ ഡിജിറ്റൽ അവയർനെസ് ത്രൂ ഓക്യുപ്പേഷണൽ മീഡിയ, ഡിജിറ്റൽ ലിറ്ററസി ട്രെയിനിങ് സെഷൻസ് വേണം. ഫോസ്റ്ററിങ് റോബസ്റ്റ് ഡിജിറ്റൽ ഫ്ലുവൻസി ഇൻ ദ വർക്ക് പ്ലേസ്. നമുക്കറിയാം, പക്ഷേ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ വർക്ക് ഫോഴ്സിൽ ഏകദേശം 90% ആൾക്കാരും സ്കിൽഡ് അല്ല. സ്കിൽഡ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു കോപ്പി പേസ്റ്റ് പോലും ചെയ്യാനായിട്ട് അറിയാൻ പാടില്ലാത്ത ഒരു വർക്ക് ഫോഴ്സാണ് നമ്മുടെ ഇന്ത്യൻ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അവരിലോട്ട് നമ്മൾ ഇതുപോലുള്ള ഡിജിറ്റൽ അവയർനെസ് എത്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അവയർനെസ് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരേണ്ടത് ആക്ച്വലി ഗവൺമെൻറ്റിനെക്കാളും കൂടുതൽ NGOs, അതുപോലെ തന്നെ കോപ്പറേറ്റീവ്സ്, അവർക്കൊക്കെ കോപ്പറേറ്റ് കമ്പനീസ്, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ജസ്റ്റ് ഒരു OTP അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ട് അതിൽ നിന്ന് തന്നെ ഫിഷിംഗ് അറ്റാക്ക് ചെയ്തിട്ട് പൈസ പോകുന്ന ആൾക്കാരുണ്ട്. അത് ഈവൻ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട്. വൈൽ ഐഡൻറ്റിഫൈങ് അഡ്രസ്സസ് ഗ്യാപ്സ് ഇൻ എംപ്ലോയീസ് ഡിജിറ്റൽ നോളജ്. നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ NGOസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും പ്രൊമോട്ടിംഗ് സൈബർ ലിറ്ററസി ഫ്രം ദ ഗ്രാസ് റൂട്ട്സ് ലെവൽ ബൈ ഇൻട്രൊഡ്യൂസിങ് ഇൻഡിവിജ്വൽസ് ടു ദ ഡിജിറ്റൽ വേൾഡ് ആൻഡ് എക്യുപ്പിംഗ് ദം വിത്ത് എസെൻഷ്യൽ സൈബർ ലിറ്ററസി ടൂൾസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം എന്തൊക്കെയാണെന്ന് പറയുമ്പോഴേക്കും സ്ട്രിക്റ്റ് ആൻഡ് എത്തിക്കൽ ആൻഡ് ലെജിസ്ലേറ്റീവ് ഫ്രെയിംവർക്ക് വേണം. അതായത് ഇങ്ങനൊരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെയൊക്കെ കേസിൽ, മിക്കവരുടെയും കേസിൽ നമ്മുടെ ഈ ഒരു ടൈമിൽ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് നമ്മുടെ ആൾക്കാരുടെ പേരിലുള്ള ഫേക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഫേക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവർ ഡൊണേഷൻ ചോദിക്കുകയാണ്, പൈസ ചോദിച്ചുകൊണ്ട് ഇതിങ്ങനെ ഓരോരുത്തർക്ക് മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഈയിടയ്ക്ക് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോഴേക്കും അവർ പറയുന്ന അതിന് പ്രോപ്പറായിട്ട് നമുക്കൊരു ലെജിസ്ലേറ്റീവ് മെക്കാനിസം ഇല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തെ കോമ്പാറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രോപ്പർ ലോസ് വേണം. ഓക്കെ, ഗ്രോയിങ് സൈബർ ക്രൈംസ് ഡ്യൂ ടു AI ബട്ട് ലൂപ്പ് ഹോൾസ് ആൻഡ് എ ലാക്ക് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനൊരു ലോ കൊണ്ടുവരുമ്പോഴേക്കും അതിന് വേണ്ട ടെക്നോളജിക്കൽ ഡ്രോബാക്സ് നമ്മുടെ കൺട്രിയിലുണ്ട്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനെ ടാക്കിൾ ചെയ്തുകൊണ്ട് വേണം ഈ ലെജിസ്ലേഷൻസ് കൊണ്ടുവരാൻ. ഈ കൊളാബറേറ്റീവ് അപ്രോച്ച് ഇൻവോൾവിങ് ഗവൺമെൻറ്റ്സ്, ഇൻഡസ്ട്രീസ്, പബ്ലിക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതിനകത്ത് വേണം ഈ പോളിസി മേക്ക് ചെയ്യാനായിട്ട്. ടു ഡെവലപ്പ് റിയലിസ്റ്റിക്, പ്രാക്ടിക്കൽ ആൻഡ് എഫക്റ്റീവ് ഫ്രെയിംവർക്സ്. എംപവറിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് വിത്ത് സൈബർ ലിറ്ററസി is crucial to build a robust defense against evolving AI-driven threats. Continuous adoption and vigilance are necessary to stay ahead of the rapidly evolving cyber landscape. ഓക്കെ, ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ, ഇങ്ങനൊരു ആർട്ടിക്കിൾ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ്: ആസ് വി എംബ്രേസ് എ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് AI, എ കൊളാബറേറ്റീവ് ആൻഡ് പ്രൊആക്റ്റീവ് അപ്രോച്ച് involving all stakeholders is crucial to mitigating cyber risk and fostering a secure digital landscape. By fostering digital awareness, implementing robust regulations, promoting cyber literacy, fostering international cooperation, we can navigate AI-driven cyber landscape while safeguarding individual privacy, ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് സൊസൈറ്റൽ വെൽബീങ്. അപ്പം ഈ ഒരു കൺക്ലൂഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്ത്
ഇൻക്ലൂഡഡ് ആണ്. ഒന്നെന്ന് പറയുന്നത് സൈബർ ലിറ്ററസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇൻ്റർനാഷണൽ കോപ്പറേഷൻ അല്ലെങ്കിൽ കൊളാബറേഷനെ കുറിച്ച് പറഞ്ഞു, ഡ്രിവൺ ലാൻഡ്സ്കേപ്പ്, അതായത് ഞാൻ പറഞ്ഞ പോലെ എന്താണ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വേണം പോളിസീസും അങ്ങനത്തെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ പ്രൈവസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റുകൾ, സൊസൈറ്റൽ വെൽബീയിങ്, ഇതൊക്കെ കീവേഡ്സ് ആണ്. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ടേംസുകളാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ചൈനീസ് എയർക്രാഫ്റ്റ് കാരിയറിനെ കുറിച്ചാണ്. ഫുജിയാൻ എന്ന് പറയുന്നതാണ് അവരുടെ എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ പ്രിലിംസിലൊക്കെ ചിലപ്പം ഇങ്ങനെ ട്രെൻഡുണ്ട്, പേര് ചോദിച്ചിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുന്നൊരു ട്രെൻഡുണ്ട്. പിന്നെ നമുക്കറിയാം PYQവിൽ ചൈനീസ് സ്പേസ് ക്രാഫ്റ്റുകളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ അതാണ് ഈ ഫുജിയാൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ചൈനീസ് എയർക്രാഫ്റ്റ് കാരിയർ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് കാരിയർ പറ്റിയാണ്. ഒന്നെന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കലി ബിൽഡായിട്ടുള്ള ഫസ്റ്റ് ഡൊമസ്റ്റിക്കലി ബിൽഡ് ചെയ്തേക്കുന്ന എയർക്രാഫ്റ്റ് കാരിയറാണ് INS വിക്രാന്ത്. അത് 76% ഇൻഡിജിനസ്ലി ബിൽഡായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കാരിയറാണ്. അത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, നമ്മുടെ നാട്ടിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വിക്രമാദിത്യ എന്ന് പറയുന്ന ഒരു കീ ക്ലാസ്, അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കാരിയറുണ്ട്. അത് എന്താണ് നമ്മൾ അവരുടെ അത് ഡീകമ്മീഷൻ ചെയ്തൊരു എയർക്രാഫ്റ്റ് കാരിയറാണ്. നമ്മളത് പിന്നെ മോഡിഫൈ ചെയ്ത് പിന്നെ ഇറക്കിയേക്കുന്നതാണ്. ഇതിൻ്റെ ഇമേജസ് വിക്രമാദിത്യയുടെ ഇമേജാണിത്. ഇത് INS വിക്രാന്തിൻ്റെ ഇമേജാണ്. അപ്പോൾ ഇത് 2013 ഇത് ഇന്ത്യൻ നേവിയിലോട്ട് ഇൻഡക്റ്റ് ആയേക്കുന്നത്. ഓക്കെ, പിന്നെ ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻസ്. അപ്പം നമ്മൾ ഇത് നോക്കുമ്പോഴേക്ക്, അതായത് നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയറിനെ കുറിച്ച് നോക്കുമ്പോഴേക്ക് നമ്മൾ എല്ലാവരും INS വിക്രാന്ത്, വിറാട്ട് അതെല്ലാം പറയും. പക്ഷേ ഇതിൻ്റെ ഫ്യൂച്ചറിൽ നമ്മൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇന്ത്യ എയിംസ് ടു ഹാവ് 4 എയർക്രാഫ്റ്റ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ്, അതായത് 4 എണ്ണത്തിൻ്റെ പ്രസൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇന്ത്യൻ നേവീസ് 15-year പ്ലാൻ ഇൻക്ലൂഡ്സ് 4 ഫ്ലീറ്റ് കാരിയേഴ്സ് ആൻഡ് 2 ലൈറ്റ് ഫ്ലീറ്റ് കാരിയേഴ്സ്. അതായത് ന്യൂ ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറയുന്ന INS വിശാലാണ്. അത് IAC-3 ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ 3 ആണ്. വിൽ ബി ബിൽഡ് ഇൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഫോളോയിങ് ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് INS വിക്രാന്ത്. അപ്പോൾ INS വിക്രാന്ത് സ്റ്റാൻഡ്സ് ആസ് എ സിമ്പിൾ ഓഫ് India's growing indigenous shipbuilding capabilities, technological advancement in the defense sector, with plans for further expansion and modernization in naval forces. അപ്പം ആക്ച്വലി എന്താണ് നെക്സ്റ്റ് ഇൻഡിജിനസ്ലി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന എയർക്രാഫ്റ്റ് കാരിയർ INS വിശാലാന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന INS വിക്രാന്താണ് എന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ജീൻ തെറാപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ജീൻ തെറാപ്പിയുടെ ന്യൂസ് ഞാൻ ഇതിനകത്ത് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് UK ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു UK ബേസ്ഡ് ആയിട്ടുള്ളൊരു ഗേളിൻ്റെ ഹിയറിങ് റീസ്റ്റോർ ചെയ്തു ഈ ജീൻ തെറാപ്പി വഴി. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോഴേക്കും ജീൻ തെറാപ്പി എന്താണെന്ന് പഠിക്കും, ഇതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കും, ഇതിൻ്റെ ടൈപ്സിനെ കുറിച്ചും പഠിക്കും. ഓക്കെ, അപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെക്നിക് ദാറ്റ് മോഡിഫൈസ് എ പേഴ്സൺസ് ജീൻ ടു ട്രീറ്റ് ആൻഡ് ക്യൂർ ഡിസീസ്. ജീൻ തെറാപ്പീസ് എന്ന് പറയുമ്പം അതിന് ഡിഫറെൻറ്റ് മെക്കാനിസംസ് ഉണ്ട്. അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് റീപ്ലേസിങ് എ ഡിസീസ് കോസിങ് ജീൻ വിത്ത് എൻ ഹെൽത്തി വൺ. അതായത് നമ്മുടെ ബോഡിയിൽ ഉള്ളൊരു ഡിസീസ് കോസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ജീനെ നമ്മൾ മാറ്റിയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ജീൻ അവിടെ കയറ്റി വെക്കുക. അതാണ് ഇത് ചെയ്യുന്നത്, റീപ്ലേസിങ് എ ഡിസീസ് കോസിങ് ജീൻ എന്ന് പറയുന്നത്. പിന്നെ ഇൻആക്ടിവേറ്റിംഗ് എ ഡിസീസ് കോസിങ് ജീൻ ദാറ്റ് ഈസ് നോട്ട് ഫങ്ഷനിങ് പ്രോപ്പർലി. അതായത് നമുക്കറിയാം ഡിസീസ് കോസ് ചെയ്യാൻ ചാൻസസ് ഉള്ള ഒരു ജീനാണ്. അപ്പോൾ അതിനെ ഇൻആക്റ്റീവ് ആക്കുക, എന്നിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇൻട്രൊഡ്യൂസിങ് എ ജീൻ ഓർ മോഡിഫൈഡ് ജീൻ ഇൻ ടു ദ ബോഡി ടു ഹെൽപ്പ് ട്രീറ്റ് എ ഡിസീസ്. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സാധനം തന്നെയാണ്. ജസ്റ്റ് അതായത് ഇപ്പോൾ നമുക്കൊരു ജീനുണ്ട്, ആ ജീൻ നമുക്കറിയാം അത് ഫ്യൂച്ചറിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ ആ ജീൻ മാറ്റിയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡിഫൈഡ് ആയിട്ടുള്ള ജീൻ അതിനകത്ത് കയറ്റുക. ജീൻ തെറാപ്പി പ്രോഡക്ട്സ് ആർ ബീങ് സ്റ്റഡി ടു ട്രീറ്റ് ഡിസീസസ് ഇൻക്ലൂഡിങ് ക്യാൻസർ, ജനറ്റിക് ഡിസീസസ് ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് സൊമാറ്റിക് ജീൻ തെറാപ്പിയാണ്. അപ്പം സൊമാറ്റിക് ജീൻ തെറാപ്പി എന്ന് പറയുമ്പോഴേക്കും എഫക്റ്റ് ഒരിക്കലും നെക്സ്റ്റ് ജനറേഷനിലോട്ട് ട്രാൻസ്ഫർ ആകത്തില്ല.
ജേം ലൈൻ ഡിസീസ് അല്ലെങ്കിൽ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് എഫക്ട്സ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സൊമാറ്റിക് ജീൻ തെറാപ്പിയും ജേം ലൈൻ ജീൻ തെറാപ്പിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സൊമാറ്റിക്കിൽ നെക്സ്റ്റ് ജനറേഷനിലോട്ട് ഈ എഫക്റ്റ് ക്യാരി ഓൺ ചെയ്യത്തില്ല. പക്ഷെ ജേം ലൈൻ അല്ലെങ്കിൽ ലൈൻ കണ്ടോ, ആ ലൈൻ ജേം ലൈൻ എന്ന് പറയുന്ന ജീൻ തെറാപ്പിയിൽ നെക്സ്റ്റ് ജനറേഷനിലോട്ട് ഈ എഫക്റ്റുകൾ, അതായത് ജീൻ തെറാപ്പിയിലുള്ള എഫക്റ്റുകൾ ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുമ്പോഴേക്കും റെസ്പോൺസ് ഫോർ ഇമ്മ്യൂൺ സിസ്റ്റം ഫ്രം ഇമ്മ്യൂൺ സിസ്റ്റം, അവർ ഇമ്മ്യൂൺ സിസ്റ്റം മൈറ്റ് നോട്ട് accept ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ജീൻ. അതായത് നമുക്കറിയാം, നമ്മൾ ജീൻ തെറാപ്പിയിൽ ജീൻ പഴയത് മാറ്റിയിട്ട് അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ജീൻ മാറ്റിയിട്ട് പുതിയൊരു അല്ലെങ്കിൽ മോഡിഫൈഡ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചിലപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ പ്രോപ്പറായിട്ട് എടുക്കണമെന്നില്ല, എന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. മ്യൂട്ടേഷൻ ഓഫ് അൺഡിസൈർഡ് ജീൻ ആൻഡ് കൊളാട്രൽ എഫക്റ്റ്. അതായത് നമുക്കറിയാം, ഇപ്പം നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പുകളെ കുറിച്ച് പറയുമ്പോഴേക്കും അവിടെ ഒരു ചാലഞ്ച് ഉള്ള, അതായത് ചില ക്രോപ്പുകൾ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യാനായിട്ട്. കാരണം അതിൽ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വരുന്ന മ്യൂട്ടേഷൻസ് ചിലപ്പം ഈ പെസ്റ്റിസൈഡ്സിനെ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് കൂടുതൽ വേണം, അങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ചിലപ്പോൾ ഇതിനകത്ത് വരും. അപ്പോൾ അങ്ങനെയുള്ള സൈഡ് എഫക്ട്സുകൾ ഈ ജീൻ തെറാപ്പി ചെയ്യുന്ന ഇതിനകത്ത് അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അത് ഇതിൻ്റെ ഒരു കൊളാട്രൽ എഫക്റ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ആക്ച്വലി ടെക്നോളജി അത്രയും വലുതായിട്ടില്ല. കാരണം ഇതൊരു ലോങ് ടേം പ്രോസസ്സ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇറ്റ്സ് ഫൈൻ, അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ആയിരിക്കും അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ കണ്ടു തുടങ്ങുന്നത്. ഹൈ കോസ്റ്റ് ആണ് ഈ ട്രീറ്റ്മെൻറ്റിന് ജീൻ തെറാപ്പി ചെയ്യുമ്പോഴേക്കും, അതൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ ഡെലിവറി ഓഫ് ഡിസൈഡ് ജീൻ എന്ന് പറയുന്ന കറക്റ്റ് പ്ലേസിൽ പൊസിഷൻ ചെയ്യണം. സയൻറ്റിസ്റ്റ്സ് ക്യാൻ മേക്ക് മിസ്റ്റേക്ക് ആൻഡ് ക്യാൻ ലീഡ് ടു ഒക്കറൻസ് ഓഫ് അൺവാണ്ടഡ് മ്യൂട്ടേഷൻ. പിന്നെ പോസിബിലിറ്റി ഓഫ് ബയോവാർ, അതൊരു പോസിബിലിറ്റിയാണ്. വൈറസ് ഈസ് യൂസ്ഡ് ആസ് വെക്ടർ ആൻഡ് ഇറ്റ് ക്യാൻ ഷോ ടോക്സിസിറ്റി. ഓക്കെ, അപ്പം ഇതാണ് ജീൻ തെറാപ്പീനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ജീൻ തെറാപ്പീനെ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ആക്ച്വലി നമ്മുടെ PYQ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് നമുക്കറിയാം പ്രിലിംസിൽ UPSC ടോപ്പിക്കുകൾ റിപ്പീറ്റ് ചെയ്യും. അപ്പം ആ ടോപ്പിക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത്. അപ്പോൾ ജനറ്റിക് ചേഞ്ചസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഇൻ ദ സെൽസ് ദാറ്റ് പ്രൊഡ്യൂസ് എഗ്സ് ഓർ സ്പേം ഇൻ എ പ്രോസ്പെക്റ്റീവ് പേരൻറ്റ്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എ പേഴ്സൺസ് ജീനോം ക്യാൻ ബി എഡിറ്റഡ് ബിഫോർ ബർത്ത് അറ്റ് ദ ഏർലി എംബ്രിയോണിക് സ്റ്റേജ് ക്യാൻ ബി എഡിറ്റഡ് എന്നാണ്. പിന്നെ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് pluripotent stem cells can be injected into the embryo of a pig. Okay, അപ്പം genetic changes can be introduced in the cells that produce eggs or sperm of a prospective parent. പിന്നെ a person's genome can be edited before birth at the early embryonic stage. അതായത് ജനിക്കുന്നതിന് മുമ്പ് എംബ്രിയോ ആയിരിക്കുന്ന ടൈമിൽ ഒരു പേഴ്സൻ്റെ ജീന് എഡിറ്റ് ചെയ്യാൻ പറ്റാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽസ് ക്യാൻ ബി ഇൻജെക്റ്റഡ് ഇൻ ടു ദ എംബ്രിയോ ഓഫ് എ പിഗ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. 1 only, 2 only, 1 only, 2 and 3 only, 2 only, 1, 2, 3. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഞാനത് അതിൻ്റെ ആൻസർ കുറച്ച് കഴിയുമ്പോഴേക്കും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ കറക്റ്റ് ആൻസേഴ്സ് അവിടെ കമൻസിൽ രേഖപ്പെടുത്താനായിട്ട് നോക്കുക. അപ്പം ഈ പ്രശ്നത്തെ ന്യൂസിൽ ആക്ച്വലി നമുക്ക് ഒത്തിരി ന്യൂസ് ആർട്ടിക്കിൾസ് ഇല്ലായിരുന്നു. പലതും റിപ്പീറ്റിംഗ് ആയിട്ടുള്ള വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം പൊളിറ്റിക്കൽ വ്യൂവിലുള്ള ന്യൂസുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിലിംസ് ഒക്കെ അടുത്തേക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ന്യൂസ് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.